പുതിയൊരു സ്ഥലം മാറി പുതിയൊരു വീട്ടിലെത്തുകയാണ് സൈമണും റോബിനും. ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. ഈ സമയം അവർ അവിടെ ജീവിക്കാൻ തുടങ്ങുന്നതിനിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു അപരിചിതനെ കാണുകയാണ്. അയാൾ സൈമണിൻ്റെ ഒരു സ്കൂൾമേറ്റ് ആണെന്ന് പറഞ്ഞ് ചിക്കാഗോയിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് താമസം മാറി എത്തുകയാണ് സൈമണും ഭാര്യയായ റോബിനും. സൈമണ് പുതിയ ഓഫീസ് തുടങ്ങണം, ജോലിയിലൊരു പ്രമോഷൻ വേണമെന്നൊക്കെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ ലോസ് ആഞ്ചലസിൽ ഒരു വലിയ വീട് തന്നെ നോക്കുന്നു. അവർ വീട് നോക്കാൻ വരുന്നതാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. ഭാര്യയായ റോബിൻ തന്നെയാണ് വീടിൻ്റെ ആർക്കിടെക്ചർ. അതുകൊണ്ട് അവൾ തന്നെ തയ്യാറാക്കിയ വീടാണിത്. പുതിയ വീട്ടിൽ താമസമാക്കിയതിനാൽ തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി അവിടെയുള്ളൊരു വലിയ സൂപ്പർ മാർക്കറ്റിൽ തന്നെ അവർ പോവുകയാണ്. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ ഭർത്താവായ സൈമൺ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ബില്ലിങ്ങിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, എല്ലാം കഴിഞ്ഞോ, ബില്ലാക്കിയാലോ എന്ന്. അല്ല, ഭാര്യ ഒരു സാധനം കൂടി എടുത്തു വന്നോട്ടെ എന്ന് പറയുന്നു. ഈ സമയത്താണ് ഒരാൾ വരുന്നത്. ഹായ്, നിങ്ങളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്ന് പറയുന്നു. നിങ്ങളുടെ പേര് സൈമൺ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സൈമൺ പറയുകയാണ് അതെ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു. കാരണം സൈമണിന് മനസ്സിലായിട്ടില്ല ഇത് ആരാണെന്ന്. അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഞാനുമായിട്ട് പരിചയം? നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചതാണ്, നമ്മൾ ബിരുദകാലത്ത് ഒരു ക്ലാസ്സിലായിരുന്നു എന്നൊക്കെ അയാൾ പറയുകയാണ്. ഈ സമയത്ത് തന്നെ സൈമണിൻ്റെ ഭാര്യ അങ്ങോട്ട് കയറി വരികയാണ്. സൈമൺ പറയുകയാണ് ഭാര്യയോട്, ഇത് എൻ്റെ സുഹൃത്താണ്, പഴയകാല സുഹൃത്ത്. പേര് മറന്നു പോയല്ലോ, എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ ഗോൾഡൻ മോസ്ലി എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ സൈമൺ പറയുകയാണ്, ഓ നീ ആയിരുന്നോ ഇത്? നീ ആകെ ആൾ മാറിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നു. അവരോടും പറയുകയാണ് നീയും ആകെ മാറിപ്പോയിട്ടുണ്ടെന്ന്. അങ്ങനെ സൈമൺ അവളോട് പറയുകയാണ്, അവൻ്റെ നമ്പർ വാങ്ങി വെച്ചോ, നമുക്കവൻ്റെ വീട്ടിലോട്ടൊക്കെ വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ കണ്ടതിൽ സന്തോഷം, ഇനി വീണ്ടും കാണാം. രാവിലെ തന്നെ അയൽപ്പക്കക്കാരെയൊക്കെ അങ്ങ് പരിചയപ്പെടുകയാണ്. ഞങ്ങൾ ലൂസിയും റോണും നിങ്ങളുടെ അയൽപ്പക്കത്ത് തന്നെയാണ്, എന്ത് സഹായമുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് റോബിനോട് പറയുകയാണ്. അവൾ ഓക്കെ പറയുന്നു. അങ്ങനെ അന്ന് രാവിലെ തന്നെ അവൾ ഡോർ തുറക്കുമ്പോൾ വീടിന് മുന്നിൽ തന്നെ ഒരു ബാർ ബോട്ടിൽ നിൽക്കുന്നത് കാണുന്നു. ഒരു ഗിഫ്റ്റ് കാർഡുമുണ്ട്. അങ്ങനെ അവൾ അതെടുത്ത് ഉള്ളിലോട്ട് പോയിക്കൊണ്ട് ആ ഗിഫ്റ്റ് കാർഡ് വായിച്ചു നോക്കുകയാണ്. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് സൈമൺ വീട്ടിലെത്തുന്നു. അവളോട് പറയുന്നു, വീടൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, നീ പറഞ്ഞ സാധനം ഇതാണോ എന്ന് ചോദിക്കുന്നു. അതെ. അവൻ ആ ഗിഫ്റ്റ് കാർഡ് വായിച്ചു നോക്കുകയാണ്. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്മൈലി ഫേസ്, നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം. എന്നിട്ട് അവൻ്റെ സുഹൃത്തിൻ്റെ പേരായ ഗോർഡോയുടെ പേരുമുണ്ട്. അവർ അന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട ആളുടെ പേരാണിത്. അങ്ങനെ അവൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് അയാൾക്ക് നമ്മളുടെ വീടിൻ്റെ അഡ്രസ്സൊക്കെ കിട്ടിയത് എന്ന്. അടുത്ത ദിവസം തന്നെ രാവിലെ അയൽവക്കത്തെ വീട്ടിലൊക്കെ പോവുകയാണ് നായികയായ റോബിൻ. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അയൽപ്പക്കത്തെ കുഞ്ഞിനെയൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ആ അയൽവാസി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞില്ലേ എന്ന്. അങ്ങനെ അവൾ ആ കഥ പറയുകയാണ്. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു, പക്ഷേ അവസാന നിമിഷമാണ് അതിനെ നഷ്ടമായത് എന്ന ഇമോഷണൽ കഥയൊക്കെ പറയുകയാണ്. അവൾക്ക് കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടമാണെന്ന് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൾ ജോലിയൊക്കെ അങ്ങനെ ചെയ്യുകയാണ്. എന്നാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്നാണ് അവളുടെ ഫ്രണ്ടിൽ, അതായത് വീടിൻ്റെ മുൻപിൽ അയാൾ വന്നത്, അതായത് അവൻ്റെ ഫ്രണ്ടായ ഗ്രോഡൻ വന്നത്. അവൾ ആദ്യം ഞെട്ടിയെങ്കിലും ഹോയ് നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ തുറക്കുകയാണ്. ഹായ്, നിങ്ങൾ എന്താണ് ഇവിടെ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ ഇന്നലെ അയച്ച ആ ഗിഫ്റ്റിന് നന്ദി എന്ന് പറയുന്നു. ഇയാൾ ഉടനെ തന്നെ അവിടെയുള്ള ഒരു പേപ്പർ എടുത്തുകൊണ്ട്, അയാളുടെ കയ്യിലുള്ളൊരു പേപ്പർ എടുത്തുകൊണ്ട് പറയുകയാണ്, പ്ലംബർ, വയറിംഗുകാരൻ, അങ്ങനെ എല്ലാവരുടെ നമ്പറും ഇതിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ് ക്ലീനറും കൊടുക്കുന്നു. ഇതെല്ലാം ഉപയോഗത്തിൽ വരുമെന്ന് പറയുന്നു. അയാൾ ഉടനെ തന്നെ പറയുകയാണ് എനിക്ക് വീട് വളരെ ഇഷ്ടമായെന്ന്. അപ്പോൾ അവൾ പറയുന്നു, എന്നാൽ നിങ്ങൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കാണുകയാണ്. സൈമണിനോട് അവൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വേഗം വരണം, ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട് എന്നെല്ലാം. രാത്രിയാവുകയാണ്. സൈമണും ഭാര്യ റോബിനും പിന്നെ ആ സുഹൃത്തുമെല്ലാം ചേർന്നുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. സുഹൃത്തായ ഗോൾഡോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. നീ സ്കൂളിൽ പഠിച്ച പഴയ സുഹൃത്തുക്കളെയെല്ലാം ഓർക്കാറുണ്ടോ, വിളിക്കാറുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല എന്ന് സൈമൺ പറയുകയാണ്. പിന്നെ ഗോൾഡോ പറയുകയാണ്, സൈമണ് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ തന്നെ അവൻ വിജയിക്കുമെന്ന് കരുതിയിരുന്നു, അവനിപ്പോൾ ഇതാ കണ്ടില്ലേ എല്ലാം വിജയിച്ചവനായി നിൽക്കുകയാണ്. സൈമൺ പറഞ്ഞതുപോലെ എല്ലാം നടക്കും. ഇപ്പോൾ കണ്ടില്ലേ അവന് വലിയൊരു ബിസിനസ് കമ്പനിയുടെ മാനേജറാണ്, നല്ല സുന്ദരിയായ ഭാര്യയുണ്ട്. അങ്ങനെ അവൻ പറഞ്ഞതെല്ലാം നടക്കുമെന്ന് പറയുകയാണ്. സൈമൺ ചോദിക്കുകയാണ്, ഹൈസ്കൂൾ കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു നിങ്ങൾക്ക് ജോലി എന്ന്.
ഞാൻ ആർമിയിലായിരുന്നു. 2 ഓപ്പറേഷനുകളിലെല്ലാം പങ്കെടുത്ത് പിന്നെ അവിടെ നിന്ന് പോന്നി എന്ന് പറയുന്നു. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പിരിയുകയാണ്. അയാൾ പോയതിനു ശേഷം സൈമണും ഭാര്യയായ റോബിനും ഇങ്ങനെ ഇയാളെക്കുറിച്ച് സംസാരിക്കുകയാണ്. സൈമൺ പറയുകയാണ്, സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ ചിലർ ഒരുപാട് മാറും, ചിലർ അങ്ങനെ തന്നെ. അയാളെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. അയാളൊരു പ്രത്യേക ടൈപ്പായി നിനക്ക് തോന്നിയോ എന്ന് ചോദിക്കുന്നു. മേ ബി അങ്ങനെയൊന്നുമില്ല എന്ന് അവൾ പറയുന്നു. ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെയൊന്നുമല്ല, എനിക്കിതൊരു സുഖകരമായി തോന്നുന്നില്ല എന്നെല്ലാം സൈമൺ അവളോട് പറയുകയാണ്. ഭാര്യയായ റോബിൻ പറയുന്നു, അതിനെന്താ, ഒരു ഡിന്നറല്ലേ പോയിട്ടുള്ളൂ, ഇനി അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചാൽ പോരെ എന്ന് പറയുന്നു. അടുത്ത ദിവസമാകട്ടെ സൈമൺ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. അവൻ്റെ പുതിയ കമ്പനിയാണ്. അങ്ങനെ ഭാര്യയെയും കൂട്ടി അവിടേക്ക് പോവുകയാണ്. അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. ഇതെൻ്റെ ഭാര്യയാണ്. ഇവളൊരു ആർക്കിടെക്ചർ കൂടിയാണ്. നിലവിൽ പുറത്ത് വലിയ ബിസിനസ്സുകളെല്ലാം ചെയ്തിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ ബിസിനസ്സുകളെല്ലാം നിർത്തി ഓൺലൈനായി ഫ്രീലാൻസ് ചെയ്യുകയാണെന്നെല്ലാം പറയുന്നു. ഭാര്യയും പറയുന്നു, ഇപ്പോൾ ഞാൻ ഫ്രീലാൻസായാണ് ചെയ്യുന്നത് എന്ന്. എൻ്റെ വീടിൻ്റെ ആർക്കിടെക്ചർ വർക്കെല്ലാം ഇവളാണ് എടുത്തത് എന്നും പറയുന്നു. അങ്ങനെ സൈമൺ ഇരിക്കുന്ന സ്ഥലമെല്ലാം അവർ കാണുകയാണ്. റോബിൻ്റേതാണ് ഈ ബിസിനസ് എല്ലാം. അവൻ നിലവിൽ ദിവസമാകുന്നു. അടുത്ത ദിവസം അവളിങ്ങനെ വർക്ക് ചെയ്യുന്നതിനിടെ വീണ്ടും അയാൾ കയറി വരികയാണ്, ഗോഡോ. എന്നിട്ട് ഞാൻ ഇതിലൂടെ പോയപ്പോൾ ഒന്ന് കയറിയതാണെന്ന് പറയുന്നു. ഈ സമയത്ത് അവൾ പറയുകയാണ്, നിങ്ങൾ ഇന്നലെ തന്ന ഫിഷ് അടിപൊളിയായിട്ടുണ്ട്, താങ്ക് യു എന്നെല്ലാം. ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അയാളെ ക്ഷണിക്കുന്നു. അങ്ങനെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ അയാൾ അവളെ സഹായിക്കാൻ വേണ്ടി അതെല്ലാം പൊറുക്കിക്കൊണ്ട് ഒരു ബക്കറ്റിലാക്കുകയാണ്. ഇത് ഞാൻ പുറത്ത് കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞ് അയാൾ പുറത്ത് പോകുന്നതിനിടെ തന്നെ ഇന്നലെ സൈമൺ എഴുതി വെച്ചത് അയാൾ കാണുകയാണ്. കണ്ട് അയാൾ ദേഷ്യം പൊടിച്ച് അയാൾ പോകുന്നു. ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് അവളോട് പറയുകയാണ്. ഈ സംഭവത്തിനെല്ലാം ശേഷം സൈമണും ഭാര്യയും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഈ കാര്യം അവർ അവിടെ അവതരിപ്പിക്കുകയാണ്. അയാൾ ഇങ്ങനെ ഞങ്ങൾക്ക് സമ്മാനമൊക്കെ നൽകും, ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നിയിട്ടും അയാൾ തന്നെ ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഒപ്പമുള്ളവൻ പറയുകയാണ്, വീടിൻ്റെ എല്ലാ പണികളും തോട്ടപ്പണികളും എല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവനെ നീ ചവിട്ടി പുറത്താക്കണം, നിനക്ക് സഹായമാകുമെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, എന്തോ പന്തികേട് പോലെ എനിക്ക് തോന്നുന്നു, അയാൾ ഒട്ടും നല്ലവനല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് അയാളെ അങ്ങനെ തോന്നുന്നില്ല, നല്ലവനായിട്ടാണ് തോന്നുന്നത്. ഇന്നലെ ഞാൻ അങ്ങനെയുള്ള പേര് എഴുതി വെച്ചിട്ടും അയാൾ ഇന്ന് വിളിച്ചുകൊണ്ട് അയാൾ ഞങ്ങൾക്ക് ഒരു ഡിന്നർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഡിന്നറിന് ക്ഷണിക്കുകയാണ്. എന്താണ് അയാൾ ഇങ്ങനെയെന്നെല്ലാം പറയുകയാണ്. ഞങ്ങൾ ഡിന്നറിന് പോകണമോ വേണ്ടയോ? അവരെല്ലാവരും പറയുന്നു, നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. എന്നാൽ ഭാര്യയാകട്ടെ, നമുക്കൊന്ന് പോയി അയാളുടെ ക്ഷമ പറയാമെന്നെല്ലാം പറയുന്നു. അങ്ങനെ ക്ഷണം സ്വീകരിച്ച് അവർ രണ്ടുപേരും ഗോഡോയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഗോഡോയുടെ വീട്ടിലെത്തുന്നു. ഗോഡോ പറഞ്ഞിരുന്നത് നിങ്ങൾക്കൊപ്പം മറ്റൊരു കപ്പിൾസ് കൂടി അവിടെ ഡിന്നറിന് ഉണ്ടാകുമെന്നാണ്. എന്നാൽ അവർ എവിടെയെന്ന് സൈമൺ ചോദിക്കുമ്പോൾ അവർ ഈ പരിപാടിക്ക് വരുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന് ഗോഡ്സൺ അവരോട് പറയുകയാണ്. അങ്ങനെ ഗോഡ്സൺ എടുക്ക് പറയുകയാണ്, ഞാൻ ഇപ്പോൾ വരാം, 5 മിനിറ്റ് നിങ്ങൾ ഇവിടെ നിൽക്കൂ, അത്യാവശ്യമായി, സോറി, ഞാൻ ഒന്ന് പുറത്തു പോയി ഉടനെ തന്നെ വരാമെന്ന് പറയുന്നു. ഗോഡ്സൺ പുറത്തു പോയ ഈ സമയത്ത് തന്നെ സൈമണും ഭാര്യ റോബിനും കൂടി അവിടെ ഓരോ തമാശകൾ പറഞ്ഞ് ചിരിക്കുകയാണ്. സൈമൺ അങ്ങനെ ഇയാളെ അശ്ലീലമായ പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ ചിത്രീകരിക്കുന്നു. ഇയാളെ അവൾക്ക് മുന്നിൽ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഇരുവരും തമ്മിൽ ചിരിക്കുന്നു. ഈ സമയത്ത് തന്നെ അവർ, നമുക്ക് ഇവൻ്റെ റൂമൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യാം, ഇവന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെയൊക്കെ ക്ഷണിക്കുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള റൂമുകളെല്ലാം ചെക്ക് ചെയ്യുകയാണ്. അവിടെ നിന്ന് കുറേ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ലഭിക്കുന്നു. ഈ വിവാഹം കഴിക്കാത്തവൻ ഇതെന്തിനാണെന്ന് നിനക്കറിയാമോ? ചിലപ്പോൾ ചൂടുകാലത്ത് ഇട്ട് നടക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു. അങ്ങനെ ഗോഡ്സൺ വരുന്നത് ശ്രദ്ധിച്ച അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിക്കൊണ്ട് അവരുടെ സീറ്റിൽ തന്നെ വന്നിരിക്കുന്നു. ഗോഡ്സൺ വരികയാണ്, സോറി, എൻ്റെ മുൻ ഭാര്യ, അതായത് 1-2 മാസമായി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട്, അവൾ വിളിച്ചതായിരുന്നു, അതുകൊണ്ട് ആ പ്രശ്നമൊന്നും നിങ്ങൾ കേൾക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങിയാണ്ട് സംസാരിച്ചതാണ് എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഗോൾഡൻ പറയുകയാണ്, ഇനി നമുക്ക് ഫുഡെല്ലാം കഴിച്ചാലോ എന്ന്. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതൊന്നും ഞങ്ങൾക്കിഷ്ടമല്ല, ഇനി ദയവ് ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് വരരുത്, ഇതൊരു നിസ്സാര കാര്യമല്ല, അത് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്, ഇനി നിങ്ങൾ അങ്ങനെ വരരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നെല്ലാം പറയുകയാണ്. അങ്ങനെ അവർ കാറെടുത്ത് പുറത്തു പോകാനൊരുങ്ങുന്നതിനിടെ നായികയെ ഗോഡ്സൺ ജനാതിലൂടെ ഇങ്ങനെ നോക്കുന്നു. സൈമണും ഭാര്യ റോബിനും അങ്ങനെ അവിടെ നിന്ന് കാറെടുത്ത് പുറത്തു പോവുകയാണ്. എന്നാൽ പുറത്തു പോകുമ്പോൾ ഗേറ്റ് തുറക്കുന്നില്ല, ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്.
ദേഷ്യം പിടിച്ച സൈമൺ കാറിൽ നിന്നിറങ്ങി അയാൾക്ക് നേരെ അയാളുടെ വീട്ടിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ അയാൾ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ റോബിൻ വ്യായാമമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീട്ടിൻ്റെ മുൻപിൽ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഉടനെ തന്നെ കാരണം അവിടെയുള്ള ഒരു സ്ത്രീ വാതിൽ തുറക്കുന്നു. നിങ്ങളുടെ ഭർത്താവ് ഗ്രോഡ്സനോട് വരാൻ പറയൂ എന്ന് പറയുന്നു. എൻ്റെ ഭർത്താവ് ഗ്രോഡ്സൺ അല്ല, ഇദ്ദേഹമാണ് എന്ന് പറയുന്നു. അങ്ങനെ സൈമണും ആകെ ഞെട്ടുന്നു. ഇന്നലെ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഈ വീട്ടിലേക്കാണെന്ന് സൈമൺ പറയുന്നു. എന്നാൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയാണ് സൈമൺ. ആ ഉദ്യോഗസ്ഥൻ പറയുന്നു, അവന് നിലവിൽ അവിടെയുള്ളത് റയാൻ എന്ന ആളുടെ വീടാണ്, നിങ്ങൾ ഇന്നലെ കണ്ട വ്യക്തിയുടെ. അയാളുടെ കാറ് ഒന്ന് ഗോഡ്സന് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അത് എടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ റയാൻ ഇല്ലാത്ത സമയത്ത് അയാൾ വീട്ടിനുള്ളിൽ കയറിയതായിരിക്കുമെന്ന് പറയുന്നു. അയാളെ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളുടെ മീനിനെ കൊന്നതും നിങ്ങളുടെ വളർത്തുനായയെ കട്ടെടുത്തതും അയാൾ തന്നെയായിരിക്കാനാണ് സാധ്യത എന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ പറയുകയാണ്. സൈമൺ പറയുന്നു, അവനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ അടുത്ത ദിവസം സൈമണിൻ്റെ ഭാര്യയായ റോബിനാകട്ടെ നായയെ കാണുവാനില്ലെന്ന പോസ്റ്ററുകളെല്ലാം പ്രിൻ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ പ്രിൻ്റ് ചെയ്ത് വരുന്നതിനിടെ അപ്പുറത്തുള്ള റൂമിൽ നിന്ന് ആരോ പൈപ്പ് ഓണാക്കുന്നു. അവൾ അവിടെ ചെന്നപ്പോൾ ആരെയും കാണുവാനില്ല. അവൾ ഭയത്തോടെ എല്ലായിടത്തും നോക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ റോബിൻ എന്തോ ഒരു ശബ്ദം കേട്ട് എല്ലായിടത്തും നോക്കുകയാണ്. അവൾ പതിയെ വന്ന് എല്ലാ വാതിലുകളും തുറക്കുന്നു. എന്നാൽ മെയിൻ ഡോർ തുറന്നപ്പോൾ തന്നെ അവളുടെ കളഞ്ഞു പോയ നായയെ അവൾക്ക് കിട്ടുന്നു. അവൾ ഏറെ സന്തോഷിക്കുന്നു. ഒന്ന് ഞെട്ടിയെങ്കിലും അവളുടെ നായയാണ് മുന്നിൽ നിൽക്കുന്നത്. അതിന് രാവിലെ തന്നെ അവൾക്ക് ഒരു ലെറ്റർ ലഭിക്കുകയാണ്. അതിൽ ഗോർഡൻ എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഗോർഡൻ്റെ ലെറ്ററാണ്. ഞാൻ ഇനി നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ല. ഞാൻ ചെയ്തതിനെല്ലാം നിങ്ങളോട് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു തെറ്റും ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ഈ ലെറ്റർ തന്നെ സൈമണും വായിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, അന്ന് രാത്രി ഡിന്നറിനുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ വളരെ സാഡ് ഫേസാണ്. ഞാൻ അന്ന് ആ വീട്ടിലേക്ക് ക്ഷണിച്ചതിൻ്റെ കാരണം എൻ്റെ വീട് കണ്ടാൽ നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ പോലും വരില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞെന്ന് കരുതി ലെറ്റർ മടക്കി വെച്ച സൈമണോട് ഭാര്യ പറയുകയാണ്, അതിൻ്റെ പിന്നിലുമുണ്ട്, അതും വായിച്ചു നോക്കെന്ന്. അതിൽ പറയുന്നു, നീ എന്നോട് ചെയ്ത എനിക്കവിടെ വീട്ടിലിരിക്കാൻ പേടിയാണ് എന്ന് പറയുന്നു. എന്ത് പേടി? അത് നീ മരുന്ന് കഴിച്ചിട്ട് തോന്നുന്നതാണ്. അല്ല, ഞാൻ ഇന്നലെ ഇവിടെ വീണു, ബോധം കെട്ട് വീണു എന്ന് പറയുന്നു. അവൻ പറയുന്നു, അത് നീ മരുന്ന് കഴിച്ചത് കൊണ്ടാണെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, അല്ല, ഞാൻ ഇന്നലെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. നീ പണ്ടത്തെ പോലെ പറയല്ലേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അയാളോട് എങ്ങനെയായാലും മാപ്പ് പറഞ്ഞേ പറ്റൂ എന്നെല്ലാം പറയുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതമുണ്ട്. അയാൾ നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആ കാര്യം വിടണം, നമുക്ക് എന്നിട്ട് ജീവിക്കണം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ സോറി പറഞ്ഞോളാം. ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ നടക്ക്, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കണമെന്നെല്ലാം പറയുന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ളതാണ്. നായികയായ റോബിൻ ഗർഭിണിയൊക്കെ ആയിരിക്കുന്നു. അവളുടെ ഡെലിവറിക്കുള്ള സമയമൊക്കെ ആവാനായിട്ടുണ്ട്. അങ്ങനെ അവൾ കുട്ടിക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായി പുറത്തുള്ള മാർക്കറ്റിൽ പോവുകയാണ്. അവിടെ നിന്ന് കൂടെയുള്ള അയൽവാസി സ്ത്രീ പറയുകയാണ്, നിന്നെ ആരോ പുറത്ത് നിരന്തരം വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. അവൾ സൈമൺ ഇല്ലാത്ത സമയത്ത് സൈമൻ്റെ മേശകളെല്ലാം തുറന്ന് ഫയലുകൾ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ അവൻ്റെ പേരുണ്ടായിരുന്നു, ഗോർഡൻ മോസ്ലി. അങ്ങനെ അതിലുള്ള റിപ്പോർട്ടുകളെല്ലാം അവൾ വായിച്ചു നോക്കുകയാണ്. അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ പ്രശ്നക്കാരനൊന്നുമല്ല. അതിനുശേഷം ഇവൻ ഒന്നോ രണ്ടോ ചെറിയ കുറ്റങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ട് കാണുന്നു. എന്നിട്ട് അവൾ അയൽവാസിയോട് ചോദിക്കുകയാണ്, എന്തിനായിരിക്കും അവൻ ഞാൻ പോലും അറിയാതെ സൈമൺ ഗോർഡൻ മോസ്ലിയെക്കുറിച്ച് അന്വേഷിച്ചത്? സൈമൻ്റെ ഫ്രണ്ട് ഗ്രേക്കിന് ഇതിനെക്കുറിച്ച് അറിയാമെന്നെല്ലാമാണ് സൈമൻ്റെ സഹോദരി പറഞ്ഞത്. അതുകൊണ്ട് അവനെ ഒന്ന് പോയി കാണണം. അങ്ങനെ ഗൂഗിളിലൂടെ എല്ലാം സെർച്ച് ചെയ്ത് അവനെ തപ്പിപ്പിടിച്ച് അവനെ പോയി കാണുകയാണ്. ഞാൻ രോഗത്തിനൊന്നും വന്നതല്ല, ഞാൻ സൈമൻ്റെ ഭാര്യയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ സുഹൃത്ത് സൈമൻ്റെ ഭാര്യയാണ് ഞാൻ ഗോർഡൻ മോസ്ലിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. നിങ്ങൾ തമ്മിൽ അവനെതിരെ പരാതി കൊടുക്കുകയും അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നെല്ലാം ഞാൻ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഈ ലെറ്റർ കണ്ടോ എന്ന് പറഞ്ഞ് ഗോർഡൻ മോസ്ലി അയച്ച ലെറ്റർ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളന്ന് എന്തോ നിങ്ങളോടൊരു പകയുണ്ട്, നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ലെറ്ററെല്ലാം അയച്ചത്. ഇതിൻ്റെ കാരണം എന്താണ് എന്നെല്ലാം ചോദിച്ചറിയുകയാണ്. അപ്പോൾ
സുഹൃത്ത് പറയുകയാണ്, ഇതെല്ലാം നിന്റെ ഭർത്താവായ സൈമണോട് എല്ലാ വിവരവും അന്വേഷിച്ചോ എന്ന് പറയുന്നു. പക്ഷേ അവൾ വിടാൻ തയ്യാറാക്കുന്നില്ല. എൻ്റെ അവസ്ഥ കൊണ്ടാണ്, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്നു. പക്ഷേ അയാൾ പറയാൻ മടിക്കുന്നു. അങ്ങനെ ഒടുവിൽ പറയുകയാണ്, സുഹൃത്ത് പറയുകയാണ്, അന്ന് അങ്ങനെ കാറിൽ വെച്ച് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം സൈമൻ്റെ വെറുതെ ഒരു കാട്ടിക്കൂട്ടലുകളാണ്, അതിബുദ്ധി കാണിച്ചതാണ്. അവൻ വെറുതെ അവനെ കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സ്കൂൾ മുഴുവൻ അവൻ ഗേ ആണെന്ന് പറഞ്ഞ് പാടി നടന്നു. അവനെ ഒരുപാട് തളർത്തി. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ മുഴുവൻ അവനെ കളിയാക്കാൻ തുടങ്ങി. അവൻ അത് മുമ്പായിരുന്നു എന്നെല്ലാം അവൻ ദേഷ്യത്തോടെ പറയുകയാണ്. ഈ സമയത്ത് തന്നെ ഭാര്യ അവൻ്റെ മുഖത്തടിക്കുകയാണ്. ഞാൻ അവനോട് മാപ്പ് പറഞ്ഞാൽ പ്രശ്നമെല്ലാം അവസാനിക്കുമോ? എന്നാൽ ഞാൻ മാപ്പ് പറയാമെന്ന് സൈമൺ അവളോട് പറയുകയാണ്. അങ്ങനെ ഗോർഡനെ കാണാൻ വേണ്ടി സൈമൺ പുറപ്പെടുകയാണ്. അങ്ങനെ ഗോർഡനെ കാണുന്നു. എന്നിട്ട് അവനോട് പറയുകയാണ്, ഞാൻ ചെറുപ്പത്തിൽ നിന്നെ ഒരുപാട് പരിഹസിച്ചു, ഞാൻ ഒരുപാട് കളിയാക്കി, അതിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ ഗോർഡനാകട്ടെ പറയുകയാണ്, ഇത് ഒരുപാട് നേരം വൈകി, ഈ മാപ്പ് ഞാൻ സ്വീകരിക്കുന്നില്ല. അങ്ങനെ അവന് ദേഷ്യം വരികയാണ്. സൈമൺ അവനെ ഉപദ്രവിക്കുകയാണ്. മനസ്സിലായോ? നിനക്കെൻ്റെ മാപ്പ് സ്വീകരിക്കാൻ വയ്യല്ലേ? ഇനിയെങ്ങാനും എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുവെട്ടത്തിൽ കണ്ടാൽ നിന്നെ ഞാൻ തീർത്ത് കളയുമെന്നെല്ലാം സൈമൺ ഭീഷണിപ്പെടുത്തുകയാണ്. വീട്ടിലെത്തിയ ഭാര്യ അവനോട് ചോദിക്കുകയാണ്, പ്രശ്നമൊക്കെ സോൾവായോ എന്ന്. അതെ, ഞാൻ അവനോട് മാപ്പ് പറഞ്ഞു, അവന് തൃപ്തനായി തോന്നി. അങ്ങനെ ആ പ്രശ്നം ഇവിടെ തീരുകയാണെന്ന് ഭാര്യയോട് പറയുകയാണ്. സൈമൻ്റെ വീട്ടുകാർ പാർട്ടി നടത്തുന്നതിനിടയിൽ അവിടെ ചില്ലെല്ലാം അടിച്ചു തകർത്ത് ഒരാൾ വരികയാണ്. അയാളെ ഉടനെ തന്നെ സൈമൺ പിടികൂടുന്നുണ്ട്. അത് അവൻ്റെ കമ്പനിയിലെ ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കുമായിരുന്നു പ്രൊമോഷൻ കിട്ടേണ്ടിയിരുന്നത്. എന്നാൽ സൈമണ് കിട്ടി. അപ്പോൾ അയാൾ പറയുകയാണ്, സൈമൺ, നീ ഇതിൽ എന്തൊക്കെ ഉടായ്പാണ് കാണിച്ചു കൂട്ടിയത്? എൻ്റെ എല്ലാ രേഖകളും എൻ്റെ അടുത്തുണ്ട്. നീ ഒരു ചതിയനാണ്. എന്നെ ഇങ്ങനെ ചതിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നീ ഇത്ര വലിയ ചതിയനാക്കെയാണോ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം അവൻ്റെ ഭാര്യയും കേൾക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ നായിക. അങ്ങനെ ദിവസങ്ങൾക്കു ശേഷം നായികയായ റോബിൻ പ്രസവിക്കുകയാണ്. ഒരു ആൺകുഞ്ഞാണ് പിറന്നിരിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നത്. അതിൻ്റെ സന്തോഷവും സൈമൻ്റെ മുഖത്തും ഭാര്യയുടെ മുഖത്തുമെല്ലാം ധാരാളമുണ്ട്. അടുത്ത നിമിഷം തന്നെ സൈമൺ ഒരു കോൾ വരിക. സൈമണ് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് സൈമണോട് ഗോർഡോ പറയുകയാണ്, നീ എല്ലാം കണ്ടില്ലേ? നിൻ്റെ ഭാര്യയോട് ഞാൻ പറയണോ അതോ നീ പറയുകയാണോ? സൈമൺ പറയുകയാണ്, വേണ്ട, പ്ലീസ് അങ്ങനെ പറയരുത്. നീ പ്ലീസൊക്കെ പറയുമല്ലേ? നിനക്കതൊക്കെ പറയാൻ അറിയുമല്ലേ? നീ എന്നെ സ്കൂൾ ടൈമിൽ എന്തൊക്കെയാണ് ചെയ്തത്? ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ നിൻ്റെ ഭാര്യയെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന്? ഞാൻ തൊട്ടിട്ടില്ല, പക്ഷേ ഞാൻ ചിലപ്പോൾ തൊട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. ഒരാളെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചാൽ അനുഭവപ്പെടുമെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലുണ്ട് എല്ലാ കാര്യങ്ങളും, പോയി നോക്ക് എന്ന് പറയുന്നു. സൈമൺ അങ്ങനെ ഹോസ്പിറ്റലിലെ കുഞ്ഞ് കിടക്കുന്ന റൂമിലോട്ട് പോവുകയാണ്. അവിടെയാകട്ടെ ഭാര്യയുമുണ്ട്. ഭാര്യയുടെ തോളത്തിരിക്കുന്ന കുഞ്ഞിനെ നോക്കുന്നു. കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. അതാരുടെ കുഞ്ഞാണെന്ന് അതിൻ്റെ കണ്ണുകൾ പറയുമെന്നാണ് ഗോർഡൻ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷമുണ്ടായ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്ന് പോലും അറിയാതെ പൊട്ടിക്കരയുകയാണ് സൈമൺ. അങ്ങനെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.